മോഹനൻ, താങ്കൾക്ക് പറയുന്നതിന് ആദ്യ പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞു. തമ്മിൽ കേരളത്തിൽ പരസ്പരം മത്സരിക്കുമ്പോഴും BJP അധികാരത്തിലെത്താതിരിക്കാൻ കേരളത്തിന്റെ അതിർത്തി കടന്നാൽ ഇവർ ഒരു മുന്നണിയാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത്തവണ പ്രഫുൽ കൃഷ്ണനെ വടകരയിൽ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള രാഷ്ട്രീയ ധൈര്യം നിങ്ങൾക്ക് എങ്ങനെ വന്നു എന്നതാണ് ചോദ്യം. കാരണം ഒരു ഭാഗത്ത് നിൽക്കുന്നത് സിറ്റിംഗ് MP ആയിരിക്കുന്ന K മുരളീധരൻ, മറുഭാഗത്ത് ശൈലജ ടീച്ചർ. അവിടെയാണ് പ്രഫുൽ കൃഷ്ണ വരുന്നത്. വോട്ട് മറിക്കുമോ എന്ന് ചിലയിടങ്ങളിലെങ്കിലും സംശയമുണ്ട്. സാധ്യതയുണ്ടോ? ഒന്ന്, 2014 നടന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിനെ നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ചായക്കടക്കാരന്റെ മകനാണെന്നും മരണത്തിന്റെ വ്യാപാരിയുമാണെന്നൊക്കെ പരിഹസിച്ചവരായിരുന്നു ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസും. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടി നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടന്നെടുത്തപ്പോൾ, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തപ്പോൾ നരേന്ദ്രമോദി പരസ്യമായി ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞ ഒരൊറ്റ കാര്യം നമ്മൾ ഓർക്കണം. അതായത് 2014 മുതൽ 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ 2019 ഞാൻ എൻ്റെ ഭരണകൂടത്തിൻ്റെ പ്രോഗ്രസ് കാർഡുമായി ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പാകെ ഞാൻ ഇറങ്ങും. ആ പ്രോഗ്രസ് കാർഡുമായി 2019 ഇറങ്ങിയപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ വൻ ഭൂരിപക്ഷത്തോടുകൂടി തുടർഭരണം നൽകി നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്തിലെത്തിച്ചത് അദ്ദേഹം ഈ രാജ്യത്ത് കൊണ്ടുവന്ന മാറ്റങ്ങളും വികസന നേട്ടങ്ങളുമാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഇവിടെ പറഞ്ഞല്ലോ കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാം BJP-യിലേക്ക് പോകുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. നാം മനസ്സിലാക്കേണ്ടത് ത്രിപുരയിൽ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 2 പതിറ്റാണ്ടിലേറെക്കാലം ഭരിച്ച ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ത്രിപുരയിൽ അധികാരത്തിൽ വന്നു. 5 വർഷം പൂർത്തീകരിച്ചതിന് ശേഷം അവിടെ വീണ്ടും തുടർഭരണം നടക്കുന്നതിന് വേണ്ടി പോരാട്ടം നടക്കുമ്പോൾ 1% വ്യത്യാസത്തിൽ പരസ്പരം കൈകൊടുത്താൽ BJP സർക്കാരിനെ പുറത്തു നിർത്താൻ സാധിക്കുമെന്ന് കരുതി കൈപിടിച്ചവരാണ്, അവിടെ ഭായി പറഞ്ഞവരാണ് ഈ 2 മുന്നണികളും എന്നത് നാം മനസ്സിലാക്കണം. അവിടെയാണ് ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞത്, കേരളത്തിൽ ഗുസ്തി നടത്തുന്നവർ കേരളം വിട്ടാൽ ദോസ്തി നടത്തുന്നവരാണ്. ആ ദോസ്തിക്കാരാണ് ഇവിടെ നിൽക്കുന്ന ഈ 2 പേരും എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് വികസനം ചർച്ച ചെയ്യണം. എന്തായിരുന്നു നരേന്ദ്രമോദിജി പറഞ്ഞത്? ഞാൻ ഈ രാജ്യത്തെ ശുചിത്വപൂർണമായി കൊണ്ടുവരും. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഭാരതം സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നീങ്ങുന്നു. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു, പ്രോമിസിലേക്ക് എത്താം. അതിനു മുമ്പ് മോദിയുടെ ഗ്യാരണ്ടി എന്നതാണ് നിങ്ങളുടെ ഇത്തവണത്തെ ടാഗ്ലൈൻ. കഴിഞ്ഞ തവണ പ്രോഗ്രസ് കാർഡ് എന്തായിരുന്നു മോദിയുടെ ഗ്യാരണ്ടി? തൊഴിലവസരങ്ങൾ ആക്കിയോ? സാധാരണക്കാരന്റെ പോക്കറ്റുകളിലേക്ക് കള്ളപ്പണം കൊണ്ടുവന്നാൽ 15 ലക്ഷം രൂപ തികയ്ക്കാവുന്ന രീതിയിലേക്കുള്ള സാഹചര്യം ഒരുക്കും. സാധിച്ചോ? കള്ളപ്പണം കൊണ്ടുവന്നോ? കർഷകർക്കുള്ള വരുമാനം വർദ്ധിപ്പിച്ചോ? മിനിമം സപ്പോർട്ട് പ്രൈസ് കൊണ്ടുവന്നോ? ഇതൊന്നും നടന്നിട്ടില്ല സാർ. ഞാൻ പറയാം. ഒന്ന്, നരേന്ദ്രമോദിജി പറഞ്ഞു ഈ രാജ്യത്ത് ജൻധൻ യോജന അക്കൗണ്ട് എടുക്കണമെന്ന് രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു. പൈസ ഇല്ലാത്ത ആളുകൾ അക്കൗണ്ട് ഇല്ലാത്ത ആളുകളായിരുന്നു ഈ രാജ്യത്ത്. അക്കൗണ്ട് എടുക്കണമെന്ന് പറഞ്ഞപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പറഞ്ഞത് എന്താണെന്നറിയുമോ? മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പറഞ്ഞത് നിങ്ങളെ പറ്റിക്കുകയാണ്, നിങ്ങളെ ഭൂമി തട്ടിയെടുക്കാനുള്ള ഏർപ്പാടാണ്, പറ്റിക്കുകയാണ് എന്ന് പറഞ്ഞവരാണ്. പക്ഷേ അന്ന് പറഞ്ഞു ജൻധൻ യോജന അക്കൗണ്ട് എടുത്താൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വരുമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചവരാണ്. പക്ഷേ നാം അറിയണം, അക്കൗണ്ട് എടുത്തതിന് ശേഷം അക്കൗണ്ടുകളിലേക്ക് കോവിഡ് കാലത്ത് ദുരിതം അനുഭവിക്കുമ്പോൾ പാവപ്പെട്ട അക്കൗണ്ടുകളിലേക്ക്, സാധാരണക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് നരേന്ദ്രമോദി സർക്കാർ പണം കൊടുത്തത് നാം ആരും പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെയാണ് സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ അക്കൗണ്ടിലേക്ക് 500 രൂപ അക്കൗണ്ടിലേക്ക് കൊടുത്തത്. ഈ 500 രൂപയ്ക്കാണോ 3 ഗഡുക്കളായി കൊടുത്തു. ഈ 500 രൂപ 3 ഗഡുക്കളായിട്ടോ? ഞാൻ സൂചിപ്പിക്കുന്നത് ഏറ്റവും ദുരിതം നേരിടുന്ന ഒരു കാലത്താണ് പാവങ്ങളെ സഹായിക്കാൻ മോദി സർക്കാർ സഹായിച്ചത്.